നമസ്കാരം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച പുതിയ പുസ്തകത്തിലെ 2023 ഫെബ്രുവരി കറണ്ട് അഫയേഴ്സ് ആണ്. ഫെബ്രുവരി പാർട്ട് 1 ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നാഷണൽ ജിയോഗ്രഫിക് മാസികയുടെ പിക്ചേഴ്സ് ഓഫ് ദി ഇയർ മത്സരത്തിൽ പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജൻ. നാഷണൽ ജിയോഗ്രഫിക് മാസികയുടെ പിക്ചേഴ്സ് ഓഫ് ദി ഇയർ മത്സരത്തിൽ പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജൻ കാർത്തിക് സുബ്രഹ്മണ്യം. കാർത്തിക് സുബ്രഹ്മണ്യത്തെ അവാർഡിനർഹനാക്കിയ ഫോട്ടോ പരുന്തുകളുടെ നൃത്തം. നീതി ആയോഗിൻ്റെ പുതിയ സിഇഒയായി 2023 ഫെബ്രുവരിയിൽ നിയമിതനായത്. നീതി ആയോഗിൻ്റെ പുതിയ സിഇഒയായി 2023 ഫെബ്രുവരിയിൽ നിയമിതനായത് BVR സുബ്രഹ്മണ്യം. ന്യൂസിലാൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി ക്രിസ് ഹിപ്കിൻസ്. ന്യൂസിലാൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി ക്രിസ് ഹിപ്കിൻസ്. ഫിഫയുടെ 2023 ക്ലബ് വേൾഡ് കപ്പ് ജേതാവ്. ഫിഫയുടെ 2023 ക്ലബ് വേൾഡ് കപ്പ് ജേതാവ് റിയൽ മാഡ്രിഡ്. ബംഗ്ലാദേശ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുപ്പു. ഏതു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുപ്പു? അവാമി ലീഗ്. ഗ്രഫീനിൻ്റെ വ്യാവസായിക ഉൽപ്പാദനത്തിനായി കേരളത്തിൽ എവിടെയാണ് പ്ലാന്റും ലാബും സ്ഥാപിക്കുന്നത്? ഗ്രഫീനിൻ്റെ വ്യാവസായിക ഉൽപ്പന്നത്തിനായി കേരളത്തിൽ എവിടെയാണ് പ്ലാന്റും ലാബും സ്ഥാപിക്കുന്നത്? വജ്രത്തേക്കാൾ കാഠിന്യമേറിയതും ഉരുക്കിനേക്കാൾ ശക്തിയേറിയതൊക്കെ ആയിട്ടുള്ളൊരു പദാർത്ഥമാണ് ഗ്രഫീൻ. ആ ഗ്രഫീൻ്റെ വ്യാവസായിക ഉൽപ്പാദനത്തിനായി കേരളത്തിൽ എവിടെയാണ് പ്ലാന്റും ലാബും സ്ഥാപിക്കുന്നത്? കാക്കനാട്. പ്രഥമ ഷെയ്ൻ വോൺ അവാർഡ് നേടിയത് ഉസ്മാൻ ഖവജ. സ്രാങ്ക് ലൈസൻസ് ലഭിച്ച ആദ്യ കേരളീയ വനിത എസ് സന്ധ്യ. ബംഗാളിനെ തോൽപ്പിച്ച് 2022-23 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കളായത്. 2022-23 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കളായത് സൗരാഷ്ട്ര. പ്രവർത്തനം തുടരുന്ന സാഹചര്യത്തിലും യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ലോകത്തിലെ ആദ്യ സർവകലാശാല. പ്രവർത്തനം തുടരുന്ന സാഹചര്യത്തിലും, അതായത് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ലോകത്തിലെ ആദ്യ സർവകലാശാല വിശ്വഭാരതി സർവകലാശാല. പ്രഥമ വനിതാ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൻ്റെ താരലേലത്തിൽ ഏറ്റവും വിലയേറിയ താരമായ ക്രിക്കറ്റർ. പ്രഥമ വനിതാ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൻ്റെ താരലേലത്തിൽ ഏറ്റവും വിലയേറിയ താരമായ ക്രിക്കറ്റർ സ്മൃതി മന്ധാന. ഗ്രാമി പുരസ്കാരത്തിനർഹനായ ഇന്ത്യൻ വംശജനായ സംഗീതജ്ഞൻ ഡിക്കി കേജിനെ പുരസ്കാരത്തിനർഹനാക്കിയ സൃഷ്ടി ഡിവൈൻ ടൈഡ്സ്. 2021-22 സ്വരാജ് ട്രോഫിക്ക് അർഹമായ ജില്ലാ പഞ്ചായത്ത്. 2021-22 സ്വരാജ് ട്രോഫി മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം. അതായത് ഇവിടെ കിടക്കുന്നത് കൊല്ലമാണ്. അതായത് കൊല്ലവും കണ്ണൂരിനും 1ാം സ്ഥാനമായിരുന്നു. കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചതിൽ 1ാം സ്ഥാനം ജില്ലാ പഞ്ചായത്തുകൾ, 1ാം സ്ഥാനം കൊല്ലം, കണ്ണൂർ. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്. മികച്ച ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച മുനിസിപ്പാലിറ്റി മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം, കണ്ണൂർ. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്. മികച്ച ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി, മലപ്പുറം.
2023-24 വർഷത്തെ കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച ആദായ നികുതി ഇളവിൻ്റെ പരിധി. ആദായ നികുതി 2023-24 വർഷത്തെ കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച ആദായ നികുതി ഇളവിൻ്റെ പരിധി 7 ലക്ഷം രൂപ. 2022 ഇന്ത്യയിലെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ. 2022 ഇന്ത്യയിലെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ ഷോളയൂർ. 2022 നൃത്തനാട്യ പുരസ്കാരത്തിന് അർഹനായ കൃഷ്ണനാട്ട കലാകാരൻ. 2022 നൃത്തനാട്യ പുരസ്കാരത്തിന് അർഹനായ കൃഷ്ണനാട്ട കലാകാരൻ അരവിന്ദ പിഷാരടി. 2022 പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരത്തിന് അർഹനായത്. 2022 പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരത്തിന് അർഹനായത് പുല്ലപ്പട്ട ബാലകൃഷ്ണൻ. 2022 സംസ്ഥാന കഥകളി അവാർഡിന് അർഹനായത്. 2022 സംസ്ഥാന കഥകളി അവാർഡിന് അർഹനായത് കലാമണ്ഡലം റാം മോഹൻ. 2023 മുതൽ 27 വരെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ എക്സ്റ്റേണൽ ഓഡിറ്ററായി നിയമിതനായത്. 2023 മുതൽ 27 വരെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ എക്സ്റ്റേണൽ ഓഡിറ്ററായി നിയമിതനായത് ഗിരീഷ് ചന്ദ്ര മുർമു. നിലവിൽ ഇന്ത്യയുടെ CAG ആണ്, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. 2023 ഫെബ്രുവരി 22 അന്തരിച്ച പ്രസിദ്ധ മോഹിനിയാട്ട കലാകാരി. 2023 ഫെബ്രുവരി 22 അന്തരിച്ച പ്രസിദ്ധ മോഹിനിയാട്ട കലാകാരി ഡോക്ടർ കനക് റെലെ. 2023 ഫെബ്രുവരിയിൽ അന്തരിച്ച ഇന്ത്യൻ ഫുട്ബോളിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെട്ടവരിൽ ഒരാൾ. 2023 ഫെബ്രുവരിയിൽ അന്തരിച്ച ഇന്ത്യൻ ഫുട്ബോളിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെട്ടവരിൽ ഒരാൾ തുളസിദാസ് ബൽറാം. 2023 ഫെബ്രുവരിയിൽ അന്തരിച്ച പിന്നണി ഗായിക. 2023 ഫെബ്രുവരിയിൽ അന്തരിച്ച പിന്നണി ഗായിക വാണി ജയറാം. 2023 ഫെബ്രുവരിയിൽ രാജിവെച്ച ഇന്ത്യൻ ക്രിക്കറ്റ് സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ. 2023 ഫെബ്രുവരിയിൽ രാജിവെച്ച ഇന്ത്യൻ ക്രിക്കറ്റ് സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ചേതൻ ശർമ്മ. 2023 ഫെബ്രുവരിയിൽ സർദാർ പട്ടേലിൻ്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലം. 2023 ഫെബ്രുവരിയിൽ സർദാർ പട്ടേലിൻ്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലം സുവ. 2023 ഫെബ്രുവരിയിൽ സ്ഥാനമൊഴിഞ്ഞ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി. 2023 ഫെബ്രുവരിയിൽ സ്ഥാനമൊഴിഞ്ഞ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആർഡൻ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ചായിട്ട് റിപ്പീറ്റ് ചെയ്ത് കണ്ട ക്വസ്റ്റ്യനാണ്. 2023 ന്യൂസിലൻഡിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ഗബ്രിയേൽ. 2023 ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യത്തെ സൗദി അറേബ്യൻ വനിത. 2023 ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യ സൗദി അറേബ്യൻ വനിത റയാന ബർനാവി. 2023 മികച്ച പാർലമെൻറ്റേറിയനുള്ള സൻസദ് രത്ന പുരസ്കാരം നേടിയ രാജ്യസഭാംഗങ്ങൾ. 2023 മികച്ച പാർലമെൻറ്റേറിയനുള്ള സൻസദ് രത്ന പുരസ്കാരം നേടിയ രാജ്യസഭാംഗങ്ങൾ ജോൺ ബ്രിട്ടാസ്, മനോജ് കുമാർ ജാ, ഫൗസിയ തഹ്സീൻ, അഹമ്മദ് ഖാൻ. ജോൺ ബ്രിട്ടാസ്, മനോജ് കുമാർ ജാ, ഫൗസിയ തഹ്സീൻ, അഹമ്മദ് ഖാൻ. 2023 36ാമത് ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദി. 2023 36ാമത് ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് അസ്താന, കസാക്കിസ്ഥാനിലെ അസ്താന. 2023 വിരമിച്ച ഇന്ത്യൻ ടെന്നീസ് താരം. 2023 വിരമിച്ച ഇന്ത്യൻ ടെന്നീസ് താരം സാനിയ മിർസ. 2023 ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളായി നിയമിക്കപ്പെട്ടത്. 2023 ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളായി നിയമിക്കപ്പെട്ടത് ഖുശ്ബു സുന്ദർ തമിഴ്നാട്, മമത കുമാരി ജാർഖണ്ഡ്, ദലീന ഖോങ്ഡൂപ് മേഘാലയ. ഖുശ്ബു സുന്ദർ തമിഴ്നാട്, മമത കുമാരി ജാർഖണ്ഡ്, ദലീന ഖോങ്ഡൂപ് മേഘാലയ. 2023 പി ഭാസ്കരൻ പുരസ്കാരം മരണാനന്തരം പ്രഖ്യാപിക്കപ്പെട്ടതാർക്ക്. 2023 പി ഭാസ്കരൻ പുരസ്കാരം മരണാനന്തരം പ്രഖ്യാപിക്കപ്പെട്ടതാർക്ക് ജോൺ പോൾ.
2023 ഫെഡറേഷൻ ഓഫ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ സെക്രട്ടറി ജനറലായത് ശൈലേഷ് പഥക് 2023 അക്ബർ കക്കട്ടിൽ അവാർഡ് നേതാവ് 2023 അക്ബർ കക്കട്ടിൽ അവാർഡ് ജേതാവ് സുഭാഷ് ചന്ദ്രൻ സമുദ്രശില എന്ന നോവലിനാണ് അവാർഡ്. സമുദ്രശില എന്ന നോവൽ അപ്പോൾ ആരുടേതാണ്? സുഭാഷ് ചന്ദ്രൻ്റേതാണ്. സുഭാഷ് ചന്ദ്രൻ 2023 അക്ബർ കക്കട്ടിൽ പുരസ്കാര ജേതാവാണ്. 2023 മികച്ച പുരുഷ ഗോൾ കീപ്പർക്കുള്ള ഫിഫ അവാർഡ് ജേതാവ്. 2023 മികച്ച പുരുഷ ഗോൾ കീപ്പർക്കുള്ള ഫിഫ അവാർഡ് ജേതാവ് എമിലിയാനോ മാർട്ടിനസ്. 2023 മികച്ച വനിതാ ഗോൾ കീപ്പറിനുള്ള ഫിഫ അവാർഡ് ജേതാവ്. 2023 മികച്ച വനിതാ ഗോൾ കീപ്പർക്കുള്ള ഫിഫ അവാർഡ് ജേതാവ് മേരി ഇർബ്സ്. 2023 മികച്ച കളിക്കാരനുള്ള ഫിഫ അവാർഡ് ജേതാവ് ലയണൽ മെസ്സി. 2023 മികച്ച കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് ജേതാവ് അലക്സിയ പുട്ടലാസ്. 2023 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2023 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആഷ്ലി ഗാർഡ്നർ. 2023 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിനർഹനായത്. 2023 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിനർഹനായത് പ്രഭാവർമ്മ. 2023 ചാമ്പ്യൻസ് ഇംഗ്ലീഷ് ലീഗ് ഫുട്ബോൾ ജേതാക്കൾ. 2023 ചാമ്പ്യൻസ് ഇംഗ്ലീഷ് ലീഗ് ഫുട്ബോൾ ജേതാക്കൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എഫ് സി. 2023 ജ്ഞാനപ്പാനസ് പുരസ്കാരം നേടിയ പ്രശസ്ത കവി. 2023 ജ്ഞാനപ്പാന പുരസ്കാരം നേടിയ പ്രശസ്ത കവി വി മധുസൂദനൻ നായർ. 65ാമത് ഗ്രാമി അവാർഡിൽ മികച്ച ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 65ാമത് ഗ്രാമി അവാർഡിൽ മികച്ച ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹാരിസ് ഹൗസ്. അബ്ദുൽ കലാം ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് CK രംഗരാജൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 25,000 റൺസ് നേടിയത് വിരാട് കോഹ്ലി. ഓസ്ട്രേലിയക്കെതിരായ ന്യൂഡൽഹി ടെസ്റ്റിലാണ് കരിയറിലെ 549ാം ഇന്നിങ്സിൽ നിന്ന് ഈ നേട്ടം വിരാട് കോഹ്ലി കൈവരിച്ചത്. 37ാമത് മൂലൂർ മെമ്മോറിയൽ അവാർഡ് നേടിയത് ഷീജ വക്കം. 38 കോടി രൂപയ്ക്ക് വിറ്റുപോയ രാജാ രവിവർമ്മയുടെ ചിത്രം യശോദ കൃഷ്ണ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റുകളിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റുകളിലും, അതായത് ഏകദിനം, T20, ടെസ്റ്റ് ക്രിക്കറ്റ്, ഇങ്ങനെ 3 ഫോർമാറ്റുകളിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 150 മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ താരം. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 150 മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ താരം ഹർമൻപ്രീത് കൗർ. വനിതാ ക്രിക്കറ്ററാണ് ഹർമൻപ്രീത് കൗർ. ഇന്ത്യയിൽ ആദ്യമായി ലിഥിയം നിക്ഷേപം കണ്ടെത്തിയതെവിടെയാണ്? ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ. 2023 ഫെബ്രുവരിയിൽ സ്ഥാനമൊഴിഞ്ഞ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആർഡൻ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ നന്നായി പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഫെബ്രുവരി പാർട്ട് 2 നമുക്ക് പഠിക്കാം.